2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. രാത്രി 7 മണിയോടെയാകും പ്രധാനമന്ത്രി നാവികസേന ആസ്ഥാനത്തെത്തുക. 7:30 മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. നഗരത്തിൽ പോലീസും SPGയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാത്രി ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 6 മണിയോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് തിരിക്കും. S വിജയകുമാറും ഒപ്പം രാഹുൽ വിജയനും ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം S വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, ഈ സമയക്രമത്തിൽ ഒരു മാറ്റമുണ്ടാകുമോ? റോഡ് ഷോ എപ്പോൾ തുടങ്ങും വിജയകുമാർ? ഉന്മേഷ, സമയക്രമത്തിൽ മാറ്റമുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. നേരത്തെ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടി വൈകും പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ റോഡ് ഷോ എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആന്ധ്രയിലൊരു പൊതുപരിപാടിയിലായിരുന്നു പങ്കെടുത്തത്. അവിടെ നിന്ന് ഉള്ള യാത്ര ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ എത്തണം. അതിനുശേഷം വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികസേനയുടെ ആസ്ഥാനത്തെ എയർപോർട്ടിൽ അവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങണം. അതിനുശേഷം ഈ റോഡ് ഷോ നടക്കുന്ന ഇവിടേക്ക് വാഹനത്തിൽ റോഡ് മാർഗം എത്തണം. അപ്പോൾ ഒരു പക്ഷേ അതൊരു 7:30-ക്കും 8 മണിക്കും ഇടയിലായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക. അതുകൊണ്ട് റോഡ് ഷോ കുറെ കൂടി വൈകാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഉച്ചതൊട്ട് കാണുന്നതാണ്. ഇവിടെ പ്രവർത്തകരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 10,000-കണക്കിന് പ്രവർത്തകരെ കൊണ്ട് ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഇരുവശവും ഇതിനോടകം തന്നെ നിറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് അക്ഷമരായി കാത്തിരിക്കുകയാണ് BJPയുടെ വിവിധ പ്രവർത്തകർ. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇപ്പോഴത്തെ നിലയിൽ അതൊരു 8 മണിയെങ്കിലും ആകാം റോഡ് ഷോ തുടങ്ങാൻ എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ആന്ധ്രയിലെ പരിപാടി അദ്ദേഹം അത് കുറച്ചുകൂടി പ്രതീക്ഷിച്ചതിലും വൈകി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എപ്പോഴെത്തുമെന്നതിലൊരു സ്ഥിരീകരണം ഇപ്പോഴുമില്ല. പക്ഷേ വൈകും എന്നത് മാത്രം. 7:30-ക്കും 8 മണിക്കും ഇടയിൽ റോഡ് ഷോ തുടങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇവന്റ് എന്ന നിലയിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിൻ്റെ സംഘാടകരൊക്കെ ഈ പരിപാടിയെ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെയും നാളത്തെയും പരിപാടികൾക്ക് ആകെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. നാളെ BJPയുടെ കോർ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ശക്തി കേന്ദ്ര എന്ന BJPയുടെ പഞ്ചായത്ത് തലത്തിൽ, അത് താഴെ സംഘടനാ തലത്തിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ നേതാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൻ്റെ 7,000-ഓളം പ്രവർത്തകരെയാണ് മറൈൻ ഡ്രൈവിലെ ആ വേദിയിൽ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആ തരത്തിലുള്ള ഒരു ആദ്യത്തെ പരിപാടിയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നു എന്ന് BJP അത് നടപ്പാക്കാൻ വേണ്ടി BJP ചുമതലപ്പെടുത്തുന്ന താഴെ തട്ടിലുള്ള സംഘടന പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണത്. ആ പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ആ വേദി. അവിടെ ആ ചടങ്ങ് ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണ്. വികസന കാര്യങ്ങളിൽ കേരളവും കേന്ദ്രവും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഇന്നാണ് കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, ഒരു സമര പരിപാടി. അതിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് പിറ്റേന്നാണ് പ്രധാനമന്ത്രി വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും കേരളം ആ തലത്തിൽ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി ഒരു നേരിട്ട് മറുപടി ആ വേദിയിൽ പറയുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. നേരത്തെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്നതിന് ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ നമ്മളുടെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ തുടർച്ച ഈ വേദിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം പുതിയ സാഹചര്യത്തിൽ എന്ന് കരുതുന്നു. മറ്റൊന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ്. കേവലം ഒരു വ്യക്തിപരമായ ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആകുമെന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ റോഡ് ഷോയിൽ അദ്ദേഹം സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒപ്പം നിർത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു എന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട്, അദ്ദേഹം ആ രാഷ്ട്രീയ നേതാവിനോട് ഒക്കെ നൽകുന്ന ഒരു പ്രത്യേക പരിഗണന കൂടിയാണ്. അത് ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അതുകൂടി ചർച്ചയാവുകയും ചെയ്യും. മറ്റൊന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനമാണ്. ഗുരുവായൂരിലെ ക്ഷേത്ര ദർശനവും വിവാഹ ചടങ്ങും കഴിഞ്ഞ് അദ്ദേഹം തൃപ്രയാറിലേക്ക് പോകുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ
പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ വ്രതത്തിലാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം അദ്ദേഹം അനുഷ്ഠിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനം അദ്ദേഹം നടത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അടുത്തതായി പങ്കെടുക്കാൻ പോകുന്നത് അയോധ്യയിലെ ഈ ചടങ്ങുമാണ്. അതിന് മുന്നോടിയായി കേരളത്തിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു റോഡ് ഷോ, ക്ഷേത്ര ദർശനം, തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്ര ദർശനവും നടത്തുന്നുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് വന്ന് ഈ രണ്ട് പരിപാടിയിലും പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്യും. ഹ്രസ്വമാണ് ഈ ചടങ്ങുകളെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമാണ്. ഉന്മേഷ്, ഒരു കാര്യം കൂടി ഉള്ളത്, തുടർച്ചയായി 2ാമത്തെ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു, ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ഈ പറയുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള പൊതുപരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. BJP ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ. അതിന്റെ ഭാഗമായി ഇന്ന് ചുവരെഴുത്ത് എന്ന BJPയുടെ ദേശീയ തലത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഡൽഹിയിൽ അത് തുടങ്ങി വെച്ചത്. ഒരു ചുവരിൽ താമര ചിഹ്നം വരച്ചാണ് അത് തുടങ്ങിയത്. അത് ദേശീയ തലത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ 2ാം ദിവസമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. നേരത്തെ BJPക്ക് 2019 അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ഗുരുവായൂരിലാണ് സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത്തവണ തുടക്കമിട്ടത് തൃശ്ശൂരിലാണ്. അതിന് തൊട്ടു പിന്നാലെ ഗുരുവായൂരിലേക്ക് എത്തുന്നു, കൊച്ചിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് BJP സംഘടനാ തലത്തിൽ മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രധാന ഘട്ടത്തിലാണ് നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് തുടർച്ചയായ 2ാമത്തെ യാത്ര, ഒപ്പം ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വൈകാതെ പോകുന്നുണ്ട് എന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ടൈം ഷെഡ്യൂൾ വൈകാതെ ഉണ്ടാകും. അപ്പോൾ കേരളം BJPയുടെ ഈ രാഷ്ട്രീയ ഡെസ്റ്റിനേഷനിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു എന്നതും അവിടെ ക്യാമ്പയിന് കൂടുതൽ സമയം പ്രധാനമന്ത്രി ചെലവഴിക്കാൻ പോകുന്നു എന്നതിന്റെയും ഒരു രാഷ്ട്രീയ സൂചന കൂടിയാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ ഈ കേരള സന്ദർശനം. തന്നെയുമല്ല, രാഷ്ട്രീയമായി BJPക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കേരള സർക്കാർ തന്നെ BJP കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും അതിൽ വിശദീകരണത്തിനായി മാറ്റിവെക്കുകയും ചെയ്തത് സമീപ ദിവസമാണ്. അപ്പോൾ രാഷ്ട്രീയമായുള്ള വിമർശനങ്ങൾ, അതിനുള്ള മറുപടി, ആ നിലയിൽ കുറെ കൂടി അഗ്രസീവായ ഒരു സ്പീച്ച്, ഒരു രാഷ്ട്രീയ പ്രസംഗം നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കൊച്ചിയിലെ 2 വേദിയിലും. അതായിരിക്കാം ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ചർച്ചകൾക്ക് വിധേയമാകാൻ പോകുന്നതും. ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പിന്നീട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടാക്കിയ രാഷ്ട്രീയ ചർച്ച ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിന്റെയൊക്കെ പിന്നാലെ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു. ഈ പ്രധാനപ്പെട്ട 2-3 ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റത് ഈ റോഡ് ഷോയ്ക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ സന്ദർശനത്തിന് നൽകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്.